നമസ്കാരം. പ്രതിമാസം വെറും 350 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്കൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതെ, അതും പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇല്ലാതെ. ഈ സ്കീമിന്റെ പേരാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം അഥവാ PLI. നമുക്കറിയാം, ഒരു ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതൊരു സാധാരണക്കാരനും എടുത്തിരിക്കേണ്ട ഒന്നാണ് ഇൻഷുറൻസ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നമുക്ക് ആകസ്മികമായിട്ട് എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു പണത്തിന് അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത്രയും സേവിങ്സ് ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ തന്നെ അവിടെ നമ്മളെ സഹായിക്കുന്നത് ഒരു ഇൻഷുറൻസ് ആണ്. പക്ഷെ പലപ്പോഴും സാധാരണക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെയധികം പ്രീമിയം അടക്കേണ്ട ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ധാരാളം പണം അതിനായിട്ട് ചെലവാക്കേണ്ടി വരും. അത്തരത്തിലുള്ള ചിന്താഗതിക്കാർ ധാരാളമുണ്ട്. പക്ഷേ അവരെ വരെ സഹായിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പണമില്ലാത്തത് കാരണം ഇൻഷുറൻസ് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളെ പോലും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം. കാരണം ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബാക്കപ്പിൽ നടക്കുന്ന ഇന്ത്യ പോസ്റ്റ് നൽകുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. ഇന്ന് ഇന്ത്യയിൽ ധാരാളം ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ഫലം അനുഭവിച്ചു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ എന്തുകൊണ്ട് പലപ്പോഴും ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ, 5000 രൂപ 10000 രൂപയ്ക്ക് പ്രീമിയം അഫോർഡ് ചെയ്യാൻ പലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഇത്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ മികച്ച കവറേജ് ലഭിക്കുന്നു. അതുമാത്രമല്ല, അട്രാക്റ്റീവ് ആയിട്ടുള്ള ധാരാളം ബോണസുകൾ ലഭിക്കുന്നു. കൂടാതെ മറ്റ് അനവധി ബെനിഫിറ്റുകളും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് നൽകുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഈ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കണം. ഈ ഇൻഷുറൻസിന്റെ ഗുണഫലങ്ങൾ കൂടുതൽ ആളിലേക്ക് എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ബോസോല മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ബോസോല മലയാളം ചാനലിൽ താഴോട്ടൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ധാരാളം സ്കീമുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ധാരാളം കമന്റുകളും ധാരാളം അപ്രിസിയേഷനും ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒഫീഷ്യൽസുമായിട്ടുള്ള ഇന്റർവ്യൂകൾ വരെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. മറ്റൊരു ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂകളും മറ്റും വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അതും നമ്മുടെ ചാനലിൽ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പല ആളുകളും നമ്മളോട് കമന്റ് ചെയ്തത്, അല്ലെങ്കിൽ ആളുകൾ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പല ആളുകളും നമുക്ക് കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. ആ വീഡിയോയുമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള ഗ്യാരണ്ടി ഉള്ള, അവരുടെ സപ്പോർട്ടുള്ള ഒന്നാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള റിസ്ക് എലമെന്റും ഇതിനകത്തില്ല. ഇൻഷുറൻസ് എടുക്കുന്ന ഏതൊരാൾക്കും അവർ അടക്കുന്ന പ്രീമിയത്തിനുള്ള ഗുണഫലം അവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഈ ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ സ്കീം. ഈ ഇൻഷുറൻസിന്റെ ഒരു ഹിസ്റ്ററിയെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ, അതായത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് മുൻകാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമായിരുന്നു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആദ്യകാലങ്ങളിൽ. പിന്നീട് ഗവൺമെന്റ് അത് മാറ്റി, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് മാത്രമല്ല, എല്ലാ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ എല്ലാ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഗവൺമെന്റ് കൊണ്ടുവന്നു. പിന്നീട് 2017 പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സാധാരണ ജനങ്ങൾക്കും, അതായത് ജനറൽ പബ്ലിക്കിനും ഇനി തൊട്ട് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ നിയമം മാറ്റി കൊണ്ടുപോകുന്നത് 2017. സോ ആ നിയമം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും ഇപ്പോൾ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലേക്ക് നമ്മൾ അടക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആണ്. മാത്രമല്ല, മെച്യൂരിറ്റി എമൗണ്ടിനും ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. ഈ ഇൻഷുറൻസ് സ്കീമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലെക്സിബിലിറ്റി ഇതിനകത്തുണ്ട്. അതായത് നിങ്ങൾക്ക് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് 35 വയസ്സാകുമ്പോഴേക്കും 20 ലക്ഷം രൂപ മെച്യൂരിറ്റി എമൗണ്ട് ലഭിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങൾക്ക് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൽ അക്കൗണ്ട് ആരംഭിക്കാം. അതുപോലെ തന്നെ 35 അല്ല, 45-ാം വയസ്സിൽ എനിക്ക് 50 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് എനിക്ക് ലഭിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയും നിങ്ങൾക്ക് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൽ ഇൻഷുറൻസ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ നൽകുന്നുണ്ട്. പല ആളുകൾക്കും ഇത് സഹായകമാണ്, വളരെ ഉപകാരപ്രദമാണ്. കാരണം അവരുടെ ഫിനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട്, ഉദാഹരണത്തിന് വീട് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനം വാങ്ങിക്കുക, അല്ലെങ്കിൽ
വിവാഹ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുക, വിദേശത്ത് പോവുക, അങ്ങനെ ധാരാളമായിട്ടുള്ള ഫിനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ഈ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണ്? ലോണിന്റെ സഹായമില്ലാതെ, അതായത് ബാങ്ക് ലോണിലേക്ക് പോയി വലിയ പലിശ കൊടുത്തുകൊണ്ട് ജീവിതം ബാങ്ക് ലോണിലേക്ക് മാത്രം ഹോമിക്കാതെ കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രായത്തിൽ ഇത്ര എമൗണ്ട് ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മനസ്സിലുള്ള ഒരാൾക്ക് അവർക്ക് പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ നിങ്ങൾക്ക് ഇതിന്റെ ചുരുക്കം മനസ്സിലായിട്ടുണ്ടാകും. അതായത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഷുറൻസ് സ്കീം അല്ല, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ്. ഇനി ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 6 കാറ്റഗറി ആയിട്ട് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിനെ തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഹോൾ ലൈഫ് അഷുറൻസ് സ്കീം, അതായത് സുരക്ഷ. രണ്ടാമത് കൺവേർട്ടിബിൾ ഹോൾ ലൈഫ് അഷുറൻസ് സുവിധ. അടുത്തത് എൻഡോമെന്റ് അഷുറൻസ് ആണ്, അതിന്റെ പേര് സന്തോഷ് എന്നാണ്. ജോയിന്റ് ലൈഫ് അഷുറൻസ് ആണ് മറ്റൊരു സ്കീം, യുഗൾ സുരക്ഷ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ് ആണ് മറ്റൊരു സ്കീം, സുമംഗൽ എന്ന പേരിലും അത് അറിയപ്പെടുന്നു. ചിൽഡ്രൻസ് പോളിസി, അതായത് കുട്ടികൾക്കായിട്ടുള്ള പോളിസിയാണ്, ബൽ ജീവൻ ഭീമ എന്നാണ് അതിനറിയപ്പെടുന്നത്. 19 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാം, എൻറോൾ ചെയ്യാം. വെറും 350 രൂപയാണ് പ്രതിമാസം സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും മിനിമം പ്രീമിയം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 20 ലക്ഷം രൂപയുടെ ഒരു സം അഷോർഡ് പോളിസിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ. പക്ഷേ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് പ്രതിമാസം ഇത്രയും എമൗണ്ട്, അതായത് 20 ലക്ഷത്തിന് അനുസൃതമായിട്ടുള്ള പ്രീമിയം പ്രതിമാസം അടക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അത്രക്ക് അങ്ങോട്ട് അഫോർഡബിൾ അല്ല, എനിക്ക് ആ എമൗണ്ട് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഘട്ടം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മാറ്റി ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. നിങ്ങൾക്ക് പോളിസി ബെനിഫിറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട്, അതായത് 20 ലക്ഷം രൂപ എന്ന ഇനീഷ്യൽ ടാർഗറ്റ് നിങ്ങൾക്ക് ചെറുതായിട്ട് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ആ എമൗണ്ട്, ആ സം അഷോർഡ് എമൗണ്ട് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എമൗണ്ട് കുറച്ചുകൊണ്ട്, നിങ്ങൾക്ക് പ്രീമിയം കുറച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 60 വയസ്സാണ് മെച്യൂരിറ്റി ഏജ് ആയിട്ട് കൊടുക്കുന്നത് എങ്കിൽ, അതായത് നിങ്ങൾ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പ്രകാരം നിങ്ങൾ പ്രീമിയം അടച്ചു തുടങ്ങുന്നു, 60 വയസ്സ് വരെ പ്രീമിയം അടക്കാൻ ഞാൻ റെഡിയാണ്, 60 വയസ്സ് കഴിഞ്ഞ് എനിക്ക് മെച്യൂരിറ്റി മതി എന്ന രീതിയിൽ നിങ്ങൾ തുടങ്ങുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് തോന്നുകയാണ് 60 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല, കാരണം എനിക്ക് കുറച്ച് പണം അത്യാവശ്യമായിട്ട് വേണം എന്നൊരു അവസ്ഥ വരുന്ന സമയത്ത് അതിനുള്ള ഫ്ലെക്സിബിലിറ്റിയും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. അതായത് പോളിസി ടേം മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കിട്ടുന്നത്. അത് ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരാൾ, ഞാനെന്ന് പറയുന്ന വ്യക്തി 25-ാം വയസ്സിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആരംഭിക്കുകയാണ്. ഞാൻ കൊടുക്കുന്ന മെച്യൂരിറ്റി ഏജ് എത്രയാണ്? എനിക്ക് 60 വയസ്സ് വരെ ഞാൻ പ്രീമിയം അടക്കാൻ റെഡിയാണ്, 60 വയസ്സ് കഴിഞ്ഞ് എനിക്ക് മെച്യൂരിറ്റി എമൗണ്ട് മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ മന്ത്ലി പ്രീമിയം ആയിട്ട് ഞാൻ കൊടുക്കുന്നത് 2150 രൂപ എന്നിരിക്കട്ടെ. മെച്യൂരിറ്റി ഏജ് എത്രയാണ്? 60 വയസ്സാണ്. സോ ഞാൻ ടോട്ടൽ അടക്കേണ്ട പ്രീമിയം 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഞാൻ മൊത്തം അടക്കേണ്ട പ്രീമിയം, സോ ടോട്ടൽ ഞാൻ അടച്ച പ്രീമിയം 9,23,898 രൂപ. എനിക്ക് കിട്ടുന്ന ബോണസ് എത്രയാണ്? 18,82,000 രൂപ. സോ ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് എത്ര വരും? 28,82,000 രൂപ. ഇനി മറ്റൊരു ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കോടികളുടെ കണക്കാണ്. എങ്ങനെയാണ് ഒരു ക്രോർപതിയായി മാറാം ഇതിലൂടെ എന്നാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. 19 വയസ്സിൽ ഒരാൾ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൽ എൻറോൾ ചെയ്യുന്നു എന്നിരിക്കട്ടെ. മെച്യൂരിറ്റി ഏജ് 60 വയസ്സാണ്. സോ മന്ത്ലി പ്രീമിയമായി അടക്കുന്നത് 8,750 രൂപ. 19 വയസ്സ് എന്ന് പറയുന്നത് ചെറിയ ഒരു പ്രായമായതുകൊണ്ട് തന്നെയാണ് 8,750 എന്ന് പറയുന്ന ഒരു എമൗണ്ട് മന്ത്ലി പ്രീമിയം ആയിട്ട് അടക്കേണ്ടത്. സോ ടോട്ടൽ അടക്കുന്ന പ്രീമിയം ഇവിടെ എത്രയാണ്? 44,425 രൂപ. കിട്ടുന്ന ബോണസ് എന്ന് പറയുന്നത് 1,06,60,000 രൂപയാണ്. സോ ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് എത്രയാണ് വരുന്നത്? 1,56,60,000 രൂപ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ എത്ര നേരത്തെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും കാലം പ്രീമിയം നിങ്ങൾ അടക്കുന്ന സമയത്ത് അത്രയും വലിയൊരു മെച്യൂരിറ്റി എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. 19 വയസ്സിൽ തുടങ്ങുന്ന ഒരാൾക്ക് 60 വയസ്സ് വരെ പ്രീമിയം അടച്ച് കഴിയുമ്പോഴേക്കും 1 കോടി രൂപക്ക് മുകളിലാണ് മെച്യൂരിറ്റി എമൗണ്ടായി ലഭിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 വയസ്സ് വരെ മാത്രമേ നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി പീരീഡ് ആയി തിരഞ്ഞെടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ധാരാളം ഫ്ലെക്സിബിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. അവൈലബിൾ ആയിട്ടുള്ള മെച്യൂരിറ്റി ഏജസ് എന്ന് പറയുന്നത് 35 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സ്, 50 വയസ്സ്, 55 വയസ്സ്, 58 വയസ്സ്, 60 വയസ്സ്. ഇങ്ങനെയുള്ള ഫ്ലെക്സിബിലിറ്റി ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. സോ മിനിമം സം അഷോർഡ് എന്ന് പറയുന്നത് 20,000 രൂപയും മാക്സിമം ഏറ്റവും കൂടിയ സം അഷോർഡ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയുമാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൽ.
ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലേക്ക് അടച്ച പ്രീമിയം എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്ഷന് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ മെച്യൂരിറ്റി പ്രൊസീഡിംഗ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് മെച്യൂരിറ്റി എമൗണ്ട് പൂർണ്ണമായിട്ടും ടാക്സ് രഹിതമായി നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒരു പോളിസി, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 വർഷത്തിന് ശേഷം പോളിസി ഹോൾഡർക്ക് ലോണിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പ്രീമിയം എങ്ങനെയാണ് അടക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രതിമാസം അടക്കാം, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അടക്കാം, 6 മാസം കൂടുമ്പോൾ അടക്കാം, 1 വർഷം കൂടുമ്പോൾ അടക്കാം. ഇത്തരത്തിൽ 4 ഓപ്ഷൻസ് ഇവിടെയുണ്ട് പ്രീമിയം അടക്കുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ ആനുവൽ പേയ്മെന്റ് ചൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചില ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. ഇനി ഇതിന്റെ ബോണസ് കാൽക്കുലേഷനിൽ വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ബോണസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സം എഷോർഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സം എഷോർഡ് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിവർഷ ബോണസ് 5200 രൂപയായിരിക്കും. ഇനി അതല്ല 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സം എഷോർഡ് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 1 വർഷത്തെ ബോണസ് 52,000 രൂപയായിരിക്കും. അതുപോലെ തന്നെ പോളിസി കാലയളവിൽ പോളിസി ഹോൾഡർ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് സം എഷോർഡ് മൊത്തം ലഭിക്കും, ബോണസ് അടക്കമുള്ള എമൗണ്ട് ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ അടക്കുന്ന പ്രീമിയം വളരെ കൃത്യമായിട്ട് തന്നെ അടച്ചിരിക്കണം, റെഗുലർ ആയിട്ട് തന്നെ പ്രീമിയം ഒക്കെ അടച്ചിരിക്കണം. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ പ്രീമിയം അടക്കുന്ന സമയത്ത് എന്തെങ്കിലും ലാപ്സ് വരികയാണെങ്കിൽ നിങ്ങളുടെ പോളിസിക്ക് ഒന്നും സംഭവിക്കില്ല, ചെറിയ ഫൈൻ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബാക്കപ്പ് ഉള്ള, ആദ്യം വെറും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന, ഇപ്പോൾ എല്ലാ ജനങ്ങൾക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കും വളരെ വെറും 350 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണിത്. എല്ലാ സാധാരണക്കാരും അഫോർഡബിൾ ആയിട്ടുള്ള ഒന്ന്. നിങ്ങൾ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര നേരത്തെയാണോ ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നേരത്തെ എടുക്കുക. 19 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ് അതിന്റെ കാലയളവ് എങ്കിലും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം മെച്യൂരിറ്റി എമൗണ്ട് എത്തുന്ന സമയത്ത് അത്രയും വലിയ ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.